ഹലോ ഗേസ്, അസ്സലാമലൈക്കും. എന്തൊക്കെ എല്ലാവരും വിശേഷം? സുഖല്ലേ? അപ്പൊ ഞാൻ കുറച്ച് ദിവസം മുന്നേ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിരുന്നു, സ്പെഷ്യൽ വീഡിയോ വരുന്നുണ്ട്, എല്ലാവരും വെയിറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ കുറെ പേര് അതില് ലൈക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. വെയിറ്റ് ചെയ്യാണ്, വീഡിയോ കാണാൻ വെയിറ്റിംഗിലാണെന്നുള്ള ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 ദിവസമായിട്ട് എനിക്ക് കുറച്ച് തിരക്ക് കാരണം വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ. അതായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ വീഡിയോ ഇതാണ് കേട്ടോ, സ്പെഷ്യൽ വീഡിയോ. കുറേ ദിവസം മുന്നേ ഞാൻ ജിൽഷ വല്ലപ്പേന്റെ പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു അവരെ വെഡിങ്ങിന്. ആ പാട്ട് കണ്ടിട്ട് കുറേ പേര് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, കല്യാണപ്പാട്ട് ചെയ്തിരുമോന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ സാധാരണ പേയ്മെന്റ് വെച്ചിട്ട് തന്നെ ചെയ്യുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മള് പുറത്ത് സ്റ്റുഡിയോയിൽ പോയിട്ടാണ് ചെയ്യുന്നത്. കുറെ പേര് അറിയാത്തവരായിരിക്കും ഒരു വന്നിട്ട് നമ്മളോട് ഫ്രീ ആയിട്ട് ചെയ്തിരുമോന്ന് ചോദിക്കലുണ്ട്. അപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് എന്തായാലും സ്റ്റുഡിയോ പോയി ചെയ്ത് നടക്കൂല, കാരണം പേയ്മെന്റ് നമ്മൾ തന്നെ കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ സ്റ്റുഡിയോ വർക്ക് ഫ്രീ ആയിട്ട് ഞാൻ ചെയ്യലില്ല കേട്ടോ. അപ്പൊ ഞാൻ തൽക്കാലം ഒരു മോളാണ് എനിക്ക് മെസ്സേജ് ചെയ്യാൻ കേൾപ്പിച്ചു തരാം കേട്ടോ. താത്ത, നിങ്ങളേക്ക് ഒരു വെഡിങ് ആനിവേഴ്സറിന്റെ പാട്ട് പാടിത്തരോ? ജിൽഷാദ് കാക്കന്റെ കല്യാണത്തിന് പാടിയ പാട്ട് നല്ല രസമുണ്ട്, അതേപോലെ തന്നെ ഉണ്ടായിത്തരോ? താത്താന്റെ ഫാനാണ് ഞാൻ, കൊണ്ട് പൈസക്ക് വേണ്ടി വരുമോ താത്ത? അപ്പൊ മോള് പറയണത് താത്താന്റെ ഫാനാണ് ഞാന്, താത്താന്റെ പാട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, ജിൽഷ വല്ലപ്പന്റെ പാട്ട് കണ്ടിട്ടാണ് ചോദിക്കണേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഫസ്റ്റിലും മക്കളല്ലേ, എങ്ങനെ നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അങ്ങനെ നമ്മള് സ്റ്റുഡിയോ വർക്ക് പേയ്മെന്റിലെ ചെയ്യില്ലെന്ന് പറഞ്ഞു. അപ്പൊ മോള് പറഞ്ഞു, ക്യാഷ് ഒന്നും ഇല്ല താത്ത, എനിക്ക് ആഗ്രഹം കൊണ്ടാണ്, ഇപ്പൊ എങ്ങനെയും വെറുതെ ഒന്ന് വീട്ടിൽ നിന്ന് പാടിയാലും മതി, എനിക്കൊന്ന് പാടിത്തരുമോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ജസ്റ്റ് എനിക്കിവിടെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഞങ്ങളെ ഗ്രൂപ്പിലുള്ള ഒരാൾ എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു മൈക്ക്. അപ്പൊ ഞാൻ കാണിക്കണമെന്ന് കരുതിനു, അതിന്റെ വീഡിയോ ഞാൻ ഇടാട്ടോ ഇതിന്റെ ഇടയിൽ. അപ്പോൾ ആ മൈക്കിൽ ജസ്റ്റ് ഞാൻ പാട്ട് ചെയ്തു കൊടുത്തു കേട്ടോ. 2 ഫോൺ വെച്ചിട്ട് ചെയ്യണം. അതിൽ ഞാൻ ജസ്റ്റ് ചെയ്തെടുത്തു. ഇനി ഒരു ആഗ്രഹം പറഞ്ഞല്ലേ, ഞാൻ ചെറുതാകുമ്പോൾ കുറേ കാര്യങ്ങൾ ആഗ്രഹിച്ചാണ്, അതൊന്നും നടക്കാതെ എത്രയോ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പൊ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് വെച്ചാല് കുറേ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, നടക്കാതെ പോയ കുറേ ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ കരുതി, ആ കുട്ടി ചോദിച്ചപ്പോ എനിക്കൊരു വിഷമം കേട്ടോ. കാരണം ഞമ്മക്കായാലും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ആഗ്രഹം ചെയ്തു കൊടുക്കാന്ന് കരുതിയിട്ട് ഞാൻ ആ മൈക്ക് വെച്ചിട്ട് എന്തായാലും അടിപൊളിയായിട്ട് എന്നെ കൊണ്ട് കഴിയുന്ന രീതിക്ക് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. സ്റ്റുഡിയോന്റെ എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല, എന്നാലും ജസ്റ്റ് ഞാനൊന്ന് ചെയ്തു കൊടുത്ത്. അപ്പൊ ചെയ്തു കൊടുത്തത് എന്ന് വെച്ചാല് സംഭവം ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു, മോളടുത്ത് പറഞ്ഞതിന് കുറെ മുന്നേ എനിക്ക് മെസ്സേജ് അയച്ചാണ്. ഞാൻ പറഞ്ഞിരുന്നു ആ സമയമാകുമ്പോഴേക്കും എനിക്ക് 2 ദിവസം മുന്നേക്ക് ആയിട്ട് മെസ്സേജ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മോളെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഏതായാലും പാട്ട് എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏതായാലും ആ പാട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാട്ടോ, എങ്ങനെയുണ്ട്. പിന്നെ ഇതേപോലെ ഇനി ക്യാഷ് ഇല്ല എന്ന് പറയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മളെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ചെറുമാതിരി ഇതേ മട്ടത്തിലൊക്കെ നമുക്ക് ചെയ്തു തരാനുള്ള ആ ഒരു സഹായം നമുക്ക് ചെയ്യാമല്ലോ. അല്ലാതെ സ്റ്റുഡിയോ ലെവലിലേക്ക് നമുക്ക് എന്തായാലും നടക്കൂല ഫ്രീ ആയിട്ട്. അപ്പോൾ ആ ലെവലിൽ നമ്മൾ ചെയ്തു തരും കേട്ടോ. അപ്പോൾ പാട്ട് കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം കമന്റ് ചെയ്യാം കേട്ടോ. രാവിന്റെ
കൊടുത്ത്. അപ്പോൾ അയച്ചു കൊടുത്തത് എന്ന് വെച്ചാല് എനിക്ക് സമയം കിട്ടിയിരുന്നില്ല. സ്കൂള് തുറക്കണതിന്റെ ഏകദേശം അടുപ്പിച്ചായിരുന്നു ഈ വെഡിങ് ആനിവേഴ്സറി. അപ്പൊ എനിക്ക് ചെയ്തു കൊടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഞാൻ എന്റെ ഉറക്കം ഒഴിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് നമുക്ക് ചെയ്തു കൊടുത്തു. അങ്ങനെ തലേന്ന് രാത്രി ഇരുന്ന് നല്ല ടൈം ആയിക്കണേ, ഏകദേശം 12 മണി 1 മണിയൊക്കെ ആയിക്കണ്. ആ സമയത്താണ് ഞാൻ വീട്ടിൽ നിന്നിട്ട് മൈക്ക് വെച്ച് ചെയ്ത്, വീട്ടിലത്തെ മൈക്ക് വെച്ച് ചെയ്ത്. കാരണം മോന്റെ സൗണ്ടൊക്കെ ഉണ്ടാവുമ്പോൾ സൗണ്ടൊന്നും ഇല്ലാത്ത സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ മൈക്കിൽ ചെയ്യണമെങ്കിൽ പാട്ട്. ഇപ്പൊ നമ്മൾ സ്റ്റുഡിയോ ചെയ്യണ മാതിരി തന്നെ പുറത്തത്തെ വോയിസോ കാര്യമൊന്നും വരാൻ പറ്റൂല അതില്. അപ്പൊ ഞാൻ മോനൊക്കെ ഉറങ്ങിയതിന് ശേഷം ഉറക്കം വെച്ചിട്ടാണ് അത് ചെയ്തത്. ഏതായാലും ചെയ്തു കൊടുത്തു. അപ്പൊ എനിക്ക് ചെയ്തു കൊടുത്തപ്പോ ഒരു സമാധാനം. ഇപ്പൊ ഉറക്ക് പോയാലും വേണ്ടിയില്ല, ചെയ്ത് കൊടുത്തല്ലോ, അതന്നെ ഒരു സമാധാനമായിട്ട് എനിക്ക്. അപ്പൊ ഞാന് മോൾക്ക് വിട്ടെടുത്തു. മോൾക്ക് ഇഷ്ടമായി എന്നുള്ളൊരു വോയിസ് കൂടി ഉണ്ട് കേട്ടോ അതില്. നല്ല രസമുണ്ട് കേൾക്കാൻ. നല്ല രസമുണ്ട് കേൾക്കാൻ. താത്ത, നിങ്ങളെ പാട്ട് കേട്ടിട്ടില്ലേ? എല്ലാരും എന്നോട് ചോദിച്ചു ആരുണ്ടാക്കിയത്. നല്ല രസമുണ്ട് പറഞ്ഞേ. അതും മോള് പറഞ്ഞാണ് കേട്ടോ. അപ്പൊ എനിക്ക് സന്തോഷമായി. കാരണം നമ്മളിപ്പോ ഇനി നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിക്ക് ചെയ്തു കൊടുത്തല്ലോ, അത് അവർക്ക് ഇഷ്ടപ്പെട്ടല്ലോ, അതന്നെ വലിയൊരു കിട്ടലാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരാം. വെയിറ്റിംഗ്. ചിലപ്പോ വ്ളോഗ് വയ്ക്കണം, ചിലപ്പോ പാട്ടേക്കണം. പാട്ടൊക്കെ ചെയ്യാണ്ട് ഒന്നാമതേയും പറഞ്ഞില്ലേ, സ്കൂള് തുറന്നതിന് കുറച്ച് തിരക്ക് കൂടിയാണ്. പിന്നെ നമുക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ള. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.